ഹലോ, എല്ലാവർക്കും രാജീസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കായിട്ട് ഒരു കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊടിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടെ ഇട്ട് വറുത്തെടുക്കണം കേട്ടോ. ആദ്യം അതിനായി ഞാനിവിടെ 100 ഗ്രാമോളം വരും ചെമ്മീൻ എടുത്തിട്ടുള്ളത്. നല്ല ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എനിക്കിവിടെ തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയുടെ നമ്മുടെ പുറകിലായിട്ട് 3-4 അമ്മമാരിരുന്ന് ഉണക്കമീൻ വിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ്. നല്ല ഉണക്കമീനാണ് അവരുടെ കയ്യിലുള്ളതെല്ലാം. അപ്പോൾ ഇതിലേക്ക് ആ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീനിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, അത് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഉലുവപ്പൊടി 1/4 ടീസ്പൂണും മല്ലിപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 3 പച്ചമുളകും മാങ്ങ, മുരിങ്ങയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിനി ഇതിലോട്ട് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി മാത്രമേ അരച്ച് ചേർക്കുന്നുള്ളൂ. ബാക്കി മസാലകൾ നമ്മൾ നേരത്തെ ഇട്ട് വറുത്തിട്ടാണല്ലോ മുരിങ്ങയ്ക്കായും മാങ്ങയും ഇട്ട് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലോട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും 4-5 ചുവന്നുള്ളി ഇത്രയും മാത്രമേ അരച്ച് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഈ തേങ്ങ കൂട്ട് നമുക്കൊരു 10 മിനിറ്റ് നല്ല തീ കൂട്ടി വെച്ച് 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ഞാനിവിടെ കടുക് താളിച്ചൊഴിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും തീ കുറച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഒരു ഉണക്ക ചെമ്മീൻ കറിയാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെയൊന്ന്. അപ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. പക്ഷെ നല്ല ഉണക്ക ചെമ്മീനും ആയിരിക്കണം. എനിക്ക് കിട്ടിയേക്കുന്ന നല്ല ഉണക്ക ചെമ്മീനാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.